ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ഓരോ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മയോട് പറഞ്ഞു, അമ്മ ഇച്ചിരി പായസം കുടിച്ചാൽ കൊള്ളാമല്ലോ എന്ന്. അപ്പം അമ്മ പറഞ്ഞു, സേമിയയുടെ മിക്സ് ഇരിപ്പുണ്ടല്ലോ, എടുത്ത് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പം തന്നെ പായസം വെക്കാനായിട്ടങ്ങ് തീരുമാനിച്ചു. പാല് തിളച്ചു, സേമിയായ അതിൻ്റെ അകത്തോട്ടിട്ട് വേണം. ഈസ്റ്റേണിൻ്റെ സേമിയായാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി അവനിൻ്റെ അകത്ത് കിടന്നിനി വെന്ത് യോജിക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ പായസം ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് വേവാനായിട്ടുണ്ട്. നമ്മുടെ സേമിയ ഇങ്ങനെ വെന്ത് റെഡിയായി. ഇതിൻ്റെ അകത്തോട്ട് നെയ്യ് ചേർക്കും. നെയ്യ് ചേർത്ത് കഴിഞ്ഞ് ആ നെയ്ക്കകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് വേവണം. കണ്ടോ, ആ നെയ്യ് ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഈ നെയ്യ് അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞ് ഒരു മണമുണ്ട് പായസത്തിൻ്റേത്. ആ നെയ്യുടെ പാലിൻ്റെ എല്ലാം കൂടെ ഒരു കൊതിപ്പിക്കുന്ന മണം ഇങ്ങനെ ആവിയായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം, അമ്മക്കുട്ടിക്ക് കൊടുക്കാനായിട്ട്. നല്ല ചൂട് പായസമാണ്. ആദ്യം അമ്മയ്ക്ക് ഈ ബൗളിലേക്ക് പായസം എടുക്കാം. എടുത്തു. ഇപ്പം നല്ല ചൂട് പായസമാണ്. ഞങ്ങൾ പായസം കുടിച്ചേച്ച് വരാം. അപ്പം എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യണം. ഞാൻ വീണ്ടും വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.